നമ്മുടെ ബീഫ് പാൽക്കറി, അതായത് നാടൻ കോഴിയുടെ ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടുണ്ട്. സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ മേമ്മയുടെ കൂടെ തന്നെയാണ്. മേമ്മ ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ബീഫ് കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കി തരും അല്ലേ? ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് കൊണ്ടൊരു പാൽക്കറിയാണ്. ബീഫ് കൊണ്ടൊരു പാൽക്കറി. അതെന്താണ് ബീഫ് കൊണ്ടൊരു പാൽക്കറി? അത് നാടൻ കോഴിയുടെ ടേസ്റ്റാണ്. വീട്ടിൽ അപ്പച്ചുള്ള സമയത്ത് ഈ കറി വെച്ച് കഴിക്കാറുണ്ട്. അതെ. അപ്പം ഞങ്ങൾ ബ്രെഡ് ഇങ്ങനെ അങ്ങനെയൊക്കെ മുക്കി ഞങ്ങൾ എല്ലാവരും കഴിക്കാറ്. അപ്പം ആള് മരിച്ചപ്പോൾ അതൊന്നും കഴിക്കാറില്ല, വെക്കാറില്ല. ഇപ്പൊ കുറേ നാൾ കൂടിയിട്ട് മേമ്മയുടെ സ്പെഷ്യലായിട്ട് ഇറക്കാറുണ്ടല്ലേ? അപ്പൊ നമുക്ക് നേരെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ? ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ. പിന്നെ എല്ലാ പൊടികളും ചേർക്കണം. അത് എന്തൊക്കെ പൊടികളുണ്ട് മേമേ? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സാക്കണം. മിക്സാക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സാക്കണം. അത് എന്തൊക്കെയാണ്? ഇത് സവാള, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇപ്പം ഇടില്ല, താളിച്ചൊഴിക്കുന്ന. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പിയെടുക്കും. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പിയെടുത്ത് വന്നിട്ട് ഈ ബീഫ് എടുത്ത് കൂടെ ഇട്ട് ഒന്നും കൂടി തിരുമ്പണം. നന്നായിട്ട് തിരുമ്പി കഴിയുമ്പോൾ കുക്കറിൽ ഇട്ട് ഒരു 3 വിസിൽ. കല്ലുപ്പ് ആവശ്യത്തിന് ഇടാം. നമ്മൾ കല്ലുപ്പാണല്ലേ കറിക്ക് ഉപയോഗിക്കുന്നത്. 3-ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കുക. 3 വിസിലടിക്കുക. മേമ എപ്പോഴത്തേയും പോലെ തന്നെ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. എല്ലാം പടപട സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഇട്ടെന്ന് അറിയുന്നത്. കുക്കർ വയ്ക്കുക. അതെ, ഇവിടെ നമ്മൾ നേരെ തിരിച്ച് കുക്കർ വെച്ചിട്ടേ ഗ്യാസ് അടച്ചു വെക്കാം അല്ലേ? അടയ്ക്കാം. അപ്പം നമ്മൾ കുക്കർ അടച്ചു വെച്ചു. ഇതെന്താണ് 3 വിസിലടിക്കാൻ സമയമുണ്ട്. അപ്പൊ വിസിലൊക്കെ അടിച്ചല്ലേ മേമേ? വിസിലടിച്ചു. 5 വിസിലടിച്ചു. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. തുറക്കട്ടെ. ഇനി ഇതിൽ ഉരുളൻകിഴങ്ങിട്ട് 1 വിസിൽ കൂടി അടിക്കണം. ഇത് എത്ര ഉരുളക്കിഴങ്ങുണ്ട്? ഇതൊരു 250 ഗ്രാം ഉണ്ടാവും. ബീഫിൻ്റെ കണക്ക് അനുസരിച്ചാണ് കഷ്ണങ്ങൾ ഇടുന്നത്. അപ്പോൾ ഇതിലൊരു 3 ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ 2-ാം പാൽ ഒഴിച്ച് 1 വിസിലും കൂടി വരുത്തണം. 3-ാം പാൽ, ഇനി 2-ാം പാൽ. പാൽ ഒഴിച്ചു. ഇനി കുക്കർ അടച്ച് 1 വിസിലും കൂടി വരുമ്പോൾ 1 വിസിൽ മതി. നമ്മുടെ ഉരുളക്കിഴങ്ങുകൾ ഇട്ടുള്ള ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട് അല്ലേ? അന്നേരം ഇനി ഇതിന്റെ എയർ പോയി കഴിഞ്ഞിട്ട് ഒരു തക്കാളി അരിഞ്ഞതുണ്ട്. അപ്പൊ അതും കൂടി ഇടണം. നമുക്കിത് തുറന്ന് നോക്കാം അല്ലേ? എയറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് തക്കാളി ഇടാം. തക്കാളി ഇടാം. അല്ലേ? തക്കാളി ഇടാം. തക്കാളി ഇട്ട് പതുക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ ഇറക്കി ഉള്ളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക് ഒക്കെ ഇട്ട് താളിച്ച്. അപ്പൊ പകുതി കറി റെഡി ആയിട്ടുണ്ട്. പാൽക്കറി പകുതിയായല്ലേ? പാൽക്കറി പകുതിയായി.
മുഴുവനാണെങ്കിൽ ഒരു 10 മിനിറ്റ് മുഴുവൻ എല്ലാം കൂടി ശരിയായി. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നാൽ മുഴുവൻ കറി കിട്ടും. മുഴുവൻ കറി കിട്ടും. ഇത് വിസിലടിക്കണ്ടല്ലോ? ഇത് വിസിലടിക്കണ്ട, ഒന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് വാടി. നമുക്ക് ഈ കറി വേറൊരു പാത്രത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ വേഗം റെഡിയാവും കറി. അതെ, എന്നാൽ നമുക്ക് മാറ്റാം അല്ലേ? ഇതിന് ഭംഗിയും കളറിനൊക്കെ എങ്ങനെ ഒഴിക്കണം. നമ്മുടെ ഈ ബീഫ് പാൽ കറിക്ക് ഗ്രേവി ഇച്ചിരി കൂടുതൽ വേണം അല്ലേ? ഗ്രേവി ഇച്ചിരി കൂടുതൽ വേണം. പിന്നെ തൈമ്പാൽ ഒഴിക്കാൻ പോവാണ്. ഒന്നാം പാലല്ലേ? ഒന്നാം പാൽ ഇറക്കി പതുക്കെ ഒന്ന് തള വരുമ്പോൾ ഇറക്കി. അപ്പോൾ കറി വെന്ത് അത് കഴിഞ്ഞ് ചട്ടിയുടെ പുറത്ത് വെച്ച് ഒന്ന് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിച്ചാൽ വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക്, വേപ്പില, പിന്നെ മസാലപ്പൊടിയും അതും അത് ലാസ്റ്റ്. നമുക്ക് ചോറിനായാലും കഴിക്കാം, ബ്രെഡ് അല്ലെങ്കിൽ വെള്ളപ്പം, മട്ടപ്പം, പലഹാരങ്ങളുടെ കൂടെ കഴിക്കാം. ചോറിനും കഴിക്കാം, പലഹാരങ്ങളും കഴിക്കാം. പിന്നെ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ നമുക്ക് വരണം. അപ്പൊ വട്ടയപ്പം പാലപ്പൊക്കെ ഉണ്ടാക്കണ സമയങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണല്ലേ? ചെറുതായിട്ടൊന്ന് തിള വരുമ്പോ നമുക്ക് നിർത്താം. കറി തിള വരുമ്പോഴേക്കും നമുക്ക് കാഴ്ചയൊഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം ഇടണം. വെളിച്ചെണ്ണ ഒഴിച്ചു. ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പതുക്കെ ഒന്ന് ചൂടാകുമ്പോൾ വറ്റൽമുളക്. ഇത്ര ഒന്ന് ചൂടായി വരുമ്പോൾ വറ്റൽമുളക്. ഇനി വറ്റൽമുളക് ഇടണം. നിറമൊക്കെ മാറി വരുന്നുണ്ടല്ലേ? നിറമൊക്കെ മാറി വരുന്നുണ്ട്. കഴിയുമ്പോൾ കുറച്ച് ഒരു 2 നുള്ളി മുളക് പൊടിയും ഇത്തിരി മസാലപ്പൊടിയും കൂട്ടി ഇതുകൂടെ ഒന്ന് മിക്സാക്കി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് പാൽ കറി, അതായത് നാടൻ കോഴിയുടെ ടേസ്റ്റിലുള്ള ബീഫ് കറി റെഡിയായി. നമുക്കിത് ചോറും അപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ കഴിക്കാം, എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ കറി. അപ്പൊ ഞാനിതിപ്പോ എന്നാ കൂട്ടിയാ കഴിക്കാൻ പോകുന്നത്? ബ്രെഡ് കൂട്ടി. അപ്പൊ ഞാനിത് ബ്രെഡും കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവാ. ഇനി അതിന്റെ മുകളിൽ കൂടെ ശകലം മല്ലിയിലും 2 വേപ്പിലയും ഇട്ട് നിങ്ങൾ തൂക്കി കൊടുക്കാം. കറിവേപ്പിലയും 2 മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായി. അതെ, രസമായിരുന്നല്ലേ? നമ്മുടെ ബീഫ് പാൽ കറി, അതായത് നാടൻ കോഴിയുടെ ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് ബ്രെഡും ബീഫുമാണ് കേട്ടോ. ബീഫ് പാൽ കറി മേമ്മയുടെ സ്പെഷ്യൽ. ഞാൻ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ല ചൂടുണ്ട്. ബ്രെഡ് അടുത്ത് പോവോ? കഴിക്കേ. കൊള്ളാട്ടോ. മേമ്മയുടെ പരീക്ഷണം എന്താണേലും നല്ല അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ബീഫ് പാൽക്കറിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇച്ചിരി സമയം എടുക്കും. ഒരു എത്ര മിനിറ്റ് എടുക്കും മേമേ? അരമണിക്കൂർ. പക്ഷെ അരമണിക്കൂർ മെനകെട്ടാൽ കിട്ടുന്നത് നല്ല
നല്ല എന്ന് പറയാ നല്ല സൂപ്പർ കറി. അപ്പോൾ എനിക്കെന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനും മേമയൊക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും.